നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ട് അപ്പ്. മഴയുടെ ഭീകരത തുടരും. കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ്. കോട്ടയം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പല ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നദികൾ കരകവിയാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 4 ജില്ലകളിൽ സ്കൂൾ അവധി. മഴയുടെ ശക്തി കാരണം കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, വയനാട് ജില്ലകളിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഈ നടപടി. മഴക്കെടുതിയിൽ 4 പേർ മരിച്ചു. പത്തനംതിട്ടയിൽ 2 യുവാക്കൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. മലപ്പുറത്തും പാലക്കാടും വൈദ്യുതി അപകടത്തിൽ 3 പേരാണ് മരിച്ചത്. ഒരാൾ ഇപ്പോഴും കാണാതായി റിപ്പോർട്ടുണ്ട്. ഗോവിന്ദച്ചാമി കേസ് വീണ്ടും ചൂടിൽ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിട്ടയച്ച ഭക്ഷ്യ ഓഫീസർ അബ്ദുൾ സത്താറിന്റെ അഭിമുഖം വിവാദമായി. ജയിൽ വകുപ്പ് അനുമതിയില്ലാതെ ടിവിയിൽ സംസാരിച്ചതിന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. വയനാട് തുരങ്കപാത പദ്ധതി. 2134 കോടി രൂപ ചെലവിൽ വയനാട് കോഴിക്കോട് തുരങ്കപാതയുടെ പണികൾ ഓണക്കാലത്തോടുകൂടി ആരംഭിക്കും. ഇതുവഴി യാത്രാസമയം കുറയും, ടൂറിസം വളരും. തിരുവോണം ബമ്പർ ലോട്ടറി പ്രഖ്യാപിച്ചു. 2025 തിരുവോണം ബമ്പർ ലോട്ടറി പുറത്തിറങ്ങി. ഒന്നാം സമ്മാനം 25 കോടി. നറുക്കെടുപ്പ് സെപ്റ്റംബർ 27 നടക്കും. ടിക്കറ്റുകൾ വിപണിയിൽ ലഭ്യമാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 വരുന്നു. മോഹൻലാൽ അവതരിപ്പിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓഗസ്റ്റ് 3 ആരംഭിക്കുന്നു. പുതിയ ത്രില്ലറുകളുമായാണ് ഈ സീസൺ എത്തുന്നത്. കോഴിക്കോട് NCC പെൺ കേഡറ്റ് ഇന്ത്യൻ എയർഫോഴ്സ് റാലിയിൽ. കീർത്തി കെ എന്ന NCC ഇൻസ്ട്രക്ടർ ഇന്ത്യൻ എയർഫോഴ്സിന്റെ 800 കിലോമീറ്റർ കാർ റാലിയിൽ പങ്കെടുത്തു. ദേശീയ തലത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് കുറച്ചുപേരിൽ ഒരാളാണ് അവർ. പത്തനംതിട്ടയിൽ മണ്ണിടിച്ചിൽ, റോഡ് അടച്ചു. ശക്തമായ മഴയെ തുടർന്നാണ് റോഡിലേക്ക് മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കിയിൽ ഡാമുകൾ തുറക്കാനൊരുങ്ങുന്നു. ഇടുക്കിയിലെ ചില ഡാമുകളുടെ ജലനിരപ്പ് ഉയർന്നതോടെ തുറക്കാനുള്ള സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. കനത്ത മഴയെ തുടർന്ന് വിമാനങ്ങൾ വൈകുന്നു. തിരുവനന്തപുരത്ത് കനത്ത മഴയെ തുടർന്ന് ചില വിമാനങ്ങൾക്ക് തടസ്സമായി. റൺവേയിൽ വെള്ളം കയറാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്തു. അനർട്ട് പദ്ധതിയിൽ അഴിമതി ആരോപണം. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത് പ്രകാരം വൈദ്യുതി വകുപ്പിന്റെ കീഴിലുള്ള അനർട്ട് സ്ഥാപനം 240 കോടിയുടെ സോളാർ പദ്ധതി ടെൻഡർ തത്വങ്ങൾ പാലിക്കാതെ നൽകി. പദ്ധതിയിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. ഇത് മറച്ചുവെക്കാൻ സർക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിലെ കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം. 2 മലയാളീസ് കന്യാസ്ത്രീകളെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കേരളത്തിൽ വലിയ പ്രതിഷേധമുയർത്തി. കോൺഗ്രസ്, ഇടതുപക്ഷം, ക്രിസ്ത്യൻ സംഘടനകൾ ഇത് അന്യായമാണെന്ന് പറയുന്നു. ഇവർക്ക് നീതി ലഭിക്കണമെന്നാണ് ആവശ്യം. വിദ്യാഭ്യാസത്തെ സാഫ്രണൈസ് ചെയ്യാൻ ശ്രമം, മന്ത്രിയുടെ വിമർശനം. കേരള സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആരോപിച്ചത് പുതിയ വിദ്യാഭ്യാസ നയം ഉപയോഗിച്ച് റൈറ്റ് വിറ്റ് സംഘടനകൾ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ സാഫ്രണൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ്. വിദ്യാഭ്യാസം മതപരമാകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രതിഷേധം, സർക്കാർ ഗെയിമാണോ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർവകലാശാലകളിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരങ്ങൾ സർക്കാരിന്റെ തന്ത്രമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വെളിച്ചത്തിൽ വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത് ചെയ്യുന്നതെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് VD സതീശന്റെ നിലപാട്. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.